ഇപ്പം സിനിമ ഇക്കാന്റെ വീട്ടിൽ തന്നെയാണെന്ന് പറഞ്ഞല്ലോ, അപ്പൊ ലൊക്കേഷനും പരിസരം തന്നെയാണ്. അപ്പൊ ഈ ലൊക്കേഷനിൽ നമുക്ക് എന്താ പറയാ മറക്കാനാവാത്ത അനുഭവങ്ങൾ, ലൊക്കേഷൻ ഫണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ലൊക്കേഷൻ ഫണ്ടൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. കാരണം നവാസ്ക കോമഡി ആർട്ടിസ്റ്റ് ആയതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിക്കാൻ തന്നെ കാരണം നവാസ്ഖാനെ പോലെ ഒരാളുള്ളപ്പോ എന്താണെങ്കിലും എന്തെങ്കിലുമൊക്കെ അവിടെ സംഭവിക്കും. ഒരുപാട് തമാശകൾ ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് ഇതിപ്പോ വേറൊരു സംഭവമാണ്. കാരണം എൻ്റെ ഈ ഷൂട്ടൊക്കെ കാണാൻ വേണ്ടി നമ്മുടെ ഒരു കസിൻ ബ്രദറാണ്. പുള്ളിക്ക് അങ്ങനെ സിനിമയെ കുറിച്ച് വലിയ അവബോധമുള്ള ഒരാളല്ല. പക്ഷേ സിനിമ ഷൂട്ടിങ് കാണാൻ ഭയങ്കര കൗതുകമാണ്. അപ്പോൾ ഒരു ദിവസം പുള്ളി ഇതുപോലെ വന്നു. പിന്നെ ഷൂട്ടിങ് ലാസ്റ്റ് ഇതിൻ്റെ ഒരു ഫൈറ്റ് സീൻ ഉടക്കണ ഒരു സീനുണ്ട് ഞങ്ങൾ ഈ ക്ലൈമാക്സിൽ. അപ്പോൾ അത് നടന്ന് മഞ്ഞപ്പുറയാണ്. അപ്പോൾ അന്ന് ഇതുപോലെ ഞങ്ങളവിടെ ഇതിൻ്റെ ഒരു സീൻ ഒന്ന് റിഹേഴ്സലൊക്കെ ചെയ്യണ സമയത്ത് പുള്ളി ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ നവാസ്കായിട്ട് നിന്ന് ഉന്തും ബഹളവും പിണക്കുമാണ്. അപ്പോൾ പുള്ളി വൈഫായിട്ട് ഇങ്ങനെ വന്ന സമയത്ത് ഞാൻ നവാസ്കായിട്ട് ഉടക്കണ സീനാണ് കാണുന്നത്. അപ്പോൾ പുള്ളി വിചാരിച്ച് എന്ത് സംഭവം, കാരണം ഇത്രയും ദിവസം മര്യാദക്കൊക്കെ പോയിരുന്നത് ഇത് ഡയറക്ടറാണല്ലോ. അപ്പോൾ പുള്ളി നോക്കുമ്പോൾ ഞാൻ ഇതിലെ ഡയറക്ടർ കൂടിയാണ്. അപ്പോൾ നവാസ്കായായിട്ടാണ് ഞാൻ തല്ല് ഒന്നും ബഹളം. അപ്പോൾ പുള്ളി സത്യത്തിൽ പേടിച്ചു. ഒറിജിനൽ ആണെന്ന് വിചാരിച്ചു. പുള്ളി ഒറിജിനൽ ആണെന്ന് തന്നെ വിചാരിച്ചു.